പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. പുതിയ വർഷത്തിൽ നമുക്ക് പുതിയ പ്രത്യാശ, പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇടവകാംഗമായ ഡീക്കൻ ജോൺ തുണ്ടിയിൽ ഇന്ന് കർത്താവിൻ്റെ പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിച്ച് തൻ്റെ ജീവിതം വിശ്വാസികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. ഓരോ വൈദികനും സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയാണ് നൽകുന്നത്. വൈദികരുടെ സമൃദ്ധി, സന്യസ്തരുടെ സമൃദ്ധിയൊക്കെ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രത്യാശ നൽകുന്നുണ്ട്. നമ്മുടെ അതിരൂപതയ്ക്ക് ദൈവകൃപയാൽ ഈ വർഷം 15 പുതിയ വൈദികരുണ്ട്. ബൃഹത്തായ ഈ അതിരൂപതയെ സംബന്ധിച്ച് ഏറെ വർഷങ്ങളിലേക്കുള്ള അജപാലനം നമ്മുടെ കർത്താവ് ഇവരിലൂടെ നിർവഹിക്കാൻ പോവുകയാണ്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ ചെറുപ്പക്കാർ തങ്ങളുടെ ശരിയായ വിളി എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ് കർത്താവിൻ്റെ പാതയിൽ നിരന്തരമായിരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട ഡീക്കൻ സിൻജോ ഇന്ന് കർത്താവിൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. 2 പെങ്ങന്മാർക്കുള്ള ആകപ്പാടെയുള്ള ഒരാങ്ങളെയാണ് പട്ടം സ്വീകരിക്കുന്നത്. മക്കൾ കുറവാണെന്നോ ഒറ്റ മോനാണെന്നോ ഉള്ളതൊന്നും ദൈവവിളിക്ക് വലിയ തടസ്സമൊന്നുമല്ല എന്നുള്ളത് നമ്മളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ്. നല്ല വിശ്വാസമുള്ള കുടുംബങ്ങളിൽ, വിശ്വാസമുള്ള ഇടവക സമൂഹങ്ങളിൽ നിന്ന് കർത്താവ് എപ്പോഴും തനിക്കായി പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. സിൻജോയുടെ മാതാപിതാക്കൾ സണ്ണിയും ആൻസിയൊക്കെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞാനിവിടെ കൊച്ചച്ഛനായിരുന്ന കാലം മുതൽ അവർ ഇടവകയുമായിട്ട് വളരെ സജീവമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. വലിയ നേതൃത്വം കുടുംബ കൂട്ടായ്മയ്ക്കും മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവർ നൽകിയിരുന്നതെല്ലാം ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അതോടൊപ്പം ഡീക്കൻ സിൻജോയെ പരിശീലിപ്പിച്ചവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. കുറിച്ചി, നിരണം സെമിനറികളിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച വൈദികർ, പരിശീലിപ്പിച്ചവർ, അതോടൊപ്പം വടവാതൂർ സെമിനറിയിൽ ഫിലോസഫി കാലത്തും കുന്നോത്ത് സെമിനറിയിൽ തിയോളജി കാലഘട്ടത്തിലും അദ്ദേഹത്തെ പരിശീലിപ്പിച്ച പ്രിയപ്പെട്ട വൈദികരെയും റെക്ടറച്ചന്മാരെയും ഒക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. കുന്നോത്ത് നിന്ന് റെക്ടറച്ചൻ വളരെയേറെ ദൂരം യാത്ര ചെയ്ത് ഈ പൗരോഹിത്യ പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ വൈദികരെയും അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെയും എല്ലാം നമുക്ക് ഈ അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി ഓർക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പരിശീലനത്തിലായിരിക്കുന്ന സന്യാസ വൈദികാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി, ആത്മീയ പിതൃത്വം ജീവിക്കാത്ത പുരോഹിതൻ എന്നും ദുഃഖിതനാണ് എന്ന് പറഞ്ഞാൽ, പുരോഹിതൻ ബ്രഹ്മചര്യം എന്ന വ്രതമൊക്കെ എടുത്ത് ശാരീരികമായ ബാഹ്യമായ പിതൃത്വം ഉപേക്ഷിക്കുമ്പോഴും അദ്ദേഹം ആത്മീയ പിതൃത്വം നൽകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ദുഃഖകരമാണ്. അതെന്തുകൊണ്ടാണ് ഈ ആത്മീയ പിതൃത്വം ജീവിക്കാൻ സാധിക്കാത്തതെന്നും കൂടെ പാപ്പ പറഞ്ഞു വെച്ചു. സംതൃപ്തിയില്ലാത്ത വൈദികന് ആത്മീയ പിതൃത്വം നൽകാനായിട്ട് സാധിക്കുകയില്ല. സന്തോഷമുള്ള, ആനന്ദമുള്ള, സംതൃപ്തിയുള്ള വൈദികർക്ക് മാത്രമേ ആത്മീയ പിതൃത്വം ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആത്മീയ മക്കളെ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വൈദികൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സംതൃപ്തി നൽകുന്നത് കുറേ പരിപാടികൾ നടത്തിയെന്നോ ഒരു ഇടവക സമൂഹത്തെ സാമൂഹികമായിട്ട് സംഘടിപ്പിച്ചെന്നോ അല്ലെങ്കിൽ കുറേ കെട്ടിടങ്ങളെല്ലാം പണിതു കൊടുത്തെന്നോ ഇതൊന്നുമല്ല. മറിച്ച് ആത്മീയ മക്കളെ ജനിപ്പിച്ചു. അതുമാത്രമാണ് ഒരു വൈദികന്, പൗരോഹിത്യന്, ശുശ്രൂഷയിലുള്ള എല്ലാവർക്കും
ഏറെ സംതൃപ്തി നൽകുന്നത്. പ്രശസ്തനായ ആത്മീയ ഗ്രന്ഥകാരൻ, വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ അദ്ദേഹത്തിൻ്റെ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യായവിധിയുടെ സമയത്ത് എല്ലാവരോടും പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ കൽപ്പനകൾ പാലിച്ചു എന്ന് ചോദിക്കും. പുതിയ നിയമത്തിലെ ന്യായവിധിക്കായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ചോദ്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഭക്ഷണം തന്നോ? ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ? ഞാൻ അഭയാർത്ഥിയായിരുന്നു, എന്നെ സ്വീകരിച്ചോ? ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ സന്ദർശിച്ചോ? ഈ 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നല്ലോ അതിനൊക്കെ ഉത്തരം പറയാൻ. ന്യായവിധി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ ചോദ്യം ചോദിക്കും. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു വൈദികനോടുള്ള ചോദ്യം വ്യത്യസ്തമാണ്. വൈദികനോടുള്ള ചോദ്യം എന്താണ്? മിശിഹായിൽ നീ ആരെയാണ് ജനിപ്പിച്ചത് എന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ക്രിസ്തുവിൽ നീ ആരെയാണ് ജനിപ്പിച്ചത്? ആരെയും ജനിപ്പിച്ചില്ല, മറന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ സ്വർഗത്തിലോട്ട് കയറാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. വളരെ അർത്ഥപൂർണമായ ഒരു കാര്യമാണ്. മെത്രാൻ എന്നുള്ള നിലയിൽ എന്നോടും വൈദികരെന്നുള്ള നിലയിൽ എല്ലാ വൈദികരോടുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. മാമോദീസായിലൂടെ നമ്മൾ അനേകരെ വിശ്വാസത്തിൽ ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ആത്മീയമായിട്ട് അവരെ നീ ജനിപ്പിച്ചോ? ആത്മീയ പിതാവായോ? അവർക്ക് ആത്മീയ പിതൃത്വം നൽകിയോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പൗലോസ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനം 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പുത്രൻ ഒനേസിമൂസ്, അവനോട് നീ കാരുണ്യം കാണിക്കണം. നമ്മൾ നോക്കിയിട്ട് പൗലോസ്ലീഹായ്ക്ക് അങ്ങനെ മക്കളൊന്നുമില്ല. ഇതെവിടുന്നാണ് ഈ മകനെ കിട്ടിയത്? അത് അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. എൻ്റെ കാരാഗൃഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. അവനെ ആത്മീയമായി ജനിപ്പിച്ചു പൗലോസ്ലീഹ. എന്നിട്ട് അവനെ കരുതലോടെ നോക്കണം, അവൻ നിങ്ങളെ സഹായിക്കും, സഭാപ്രവർത്തനത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫിലമോന് കത്തെഴുതുകയാണ്. അപ്പോൾ ആത്മീയമായി ജനങ്ങളെ നയിക്കുക, അവരെ രൂപപ്പെടുത്തുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. നമ്മുടെയൊക്കെ അച്ഛന്മാർ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കുദാശകളിലൂടെ, വിശ്വാസ പരിശീലനത്തിലൂടെ, കുടുംബ കൂട്ടായ്മകളിലൂടെ ഒക്കെ ആത്മീയമായിട്ട് മക്കളെ ജനിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്, അവരെ രൂപപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ്. ഒരു നല്ല അപ്പൻ എന്താണ് മക്കൾക്ക് നൽകുന്നത്? ഞാൻ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്, അമ്മമാർക്ക് നൽകാനാകാത്ത എന്താണ് അപ്പന് നൽകാൻ സാധിക്കുന്നത്? തൃപ്തികരമായ ഉത്തരവൊന്നും അപ്പന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഒരു അമ്മയ്ക്ക് കൊടുക്കാനാവാത്തത് എന്തെങ്കിലും അപ്പന് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ പിന്നെ അമ്മ മാത്രം മതിയല്ലോ. അപ്പനെന്നൊക്കെ പറയുന്നത് ഒരു അഡീഷൻ എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു അപ്പൻ മക്കൾക്ക് നൽകേണ്ടത് എന്താണ്? അഭിമാനബോധമാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു വൈദികൻ ഒരു ഇടവക സമൂഹത്തിൻ്റെ പിതാവായിരിക്കുമ്പോൾ അദ്ദേഹവും ആ ജനങ്ങൾക്ക് നൽകുന്നത് ക്രിസ്ത്യാനി ആയിരിക്കുന്നതിനുള്ള അഭിമാനബോധം, വിശ്വാസം ജീവിക്കുന്നതിനുള്ള അഭിമാനബോധം. അങ്ങനെ അഭിമാനബോധത്തോടെ ആ മക്കളെയെല്ലാം വളർത്തിയെടുക്കാൻ, തങ്ങൾ ജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കത്തക്ക രീതിയിൽ മക്കളെ വളർത്തിയെടുക്കാൻ ആത്മീയ പിതാക്കൾ പരിശ്രമിക്കുകയാണ്. അതുപോലെ ഒരപ്പൻ മക്കൾക്ക് നൽകേണ്ടത് സുരക്ഷിതത്വമാണ്. നമ്മൾ അപ്പന്മാർ വെള്ളമടിച്ചൊക്കെ ബോധമില്ലാതെ കിടക്കുകയും ജോലിയൊന്നും ചെയ്യാതെ വെറുതെ തെക്ക് വടക്ക് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ ഒരിക്കലും മക്കൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നില്ല. അയാൾ മക്കളുടെ ഉള്ള സുരക്ഷിതത്തെ കളയുകയാണ്. ഉത്തരവാദിത്തരാഹിത്യത്തോടെ ഒരപ്പൻ ജീവിക്കുമ്പോൾ ഈ മക്കൾക്ക് അതൊരു വലിയ കുറവാണ്. കാരണം മതിലുപോലെ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കേണ്ട അപ്പൻ വളരെ ദുർബലനായിട്ട് കിടക്കുകയാണ്. വെള്ളവും അടിച്ച് ജോലിയും ചെയ്യുകയില്ല. അമ്മ ഇങ്ങനെ വല്ലയിടത്തുമൊക്കെ കൊണ്ടുപോയി വല്ലയിടത്തുമൊക്കെ പോയി ഉണ്ടാക്കുന്ന പണം കൊണ്ട് കുടുംബം നടന്നു പോകുന്നു. ആ മക്കൾക്കൊരിക്കലും ഒരു സുരക്ഷിതത്വം അവർക്ക് ഉള്ളിൽ തോന്നുകയില്ല. മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ അപ്പന്മാർ അധ്വാനികളായിരിക്കണം. അപ്പന്മാർ അവർക്ക് നല്ല ഒരു
അവരെ സംരക്ഷിക്കത്തക്ക രീതിയിൽ അവർ ജീവിക്കണം. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇസ്രായേല്യർക്കെതിരെ അമലേക്യർ യുദ്ധത്തിന് വരുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ ശക്തിപ്പെടുത്താനായിട്ട് മോശ വടിയും കയ്യിലെടുത്തുകൊണ്ട് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാ മക്കളെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പനെന്നുള്ള നിലയിൽ ഒരു വൈദികൻ തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അപ്പോഴും അവർക്കൊരു വലിയ സുരക്ഷിതത്വമുണ്ട്. എന്താണ്? ഞങ്ങളുടെ വികാരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ സുരക്ഷിതത്വമാണ്. അപ്പോൾ ആത്മീയമായിട്ട് മക്കളെ ജനിപ്പിക്കുക, രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് തൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ, തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥത്തിലൂടെ എല്ലാം അവർക്ക് സുരക്ഷിതത്വം നൽകുകയാണ് പുരോഹിതൻ. കുഞ്ഞുങ്ങൾ, മുതിർന്നവരൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും, അച്ഛാ പ്രാർത്ഥിക്കണേ. അച്ഛൻ പറയും പ്രാർത്ഥിക്കാം. അതവർക്കൊരു സുരക്ഷിതത്വമാണ്. അച്ഛനോടൊന്ന് പറഞ്ഞു. ചിലർ പേര് പറയും, അച്ഛാ പേര് മറന്നു പോകരുത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പേര് കൂടി ഓർത്തോണം. കാരണം അവർക്കതൊരു വലിയ സുരക്ഷിതത്വമാണ്. അച്ഛൻ്റെ മനസ്സിൽ എൻ്റെ പേരുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആത്മീയ പിതൃത്വത്തിൻ്റെ മഹനീയത. മൂന്നാമതായിട്ട് ഒരു അപ്പൻ മക്കൾക്ക് നൽകേണ്ടത് ജീവിക്കാനുള്ള ധൈര്യമാണ്. ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന ആളായിരിക്കണം ഒരു നല്ല പിതാവ്. മക്കൾക്കൊക്കെ ധൈര്യം പകർന്നു കൊടുക്കുന്നയാളായിരിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഓടി കട്ടിക്കീഴേ കയറിയിരിക്കുന്ന ആളല്ല. മറിച്ച് സാരമില്ലടാ മക്കളെ, നമുക്കിത് ഒരുമിച്ച് നേരിടാം എന്ന് പറഞ്ഞ് മക്കൾക്ക് ധൈര്യം കൊടുക്കുന്ന ഒരപ്പൻ. അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ധീരതയോടുകൂടി ജീവിക്കാനായിട്ടിടയാവണം. ജീവിതത്തെ നേരിടുവാൻ, കഷ്ടപ്പാടുകളൊക്കെ വന്നാലും അത് നേരിടാനായിട്ട് ധീരതയുള്ള വ്യക്തികളായിട്ട് അവർ മാറുമ്പോഴാണ് ഒരാൾ അവർക്ക് ധൈര്യം കൊടുക്കുന്നയാളായിട്ട് മാറുന്നത്. നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൽ ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? കുരിശെടുക്കാനുള്ള ധൈര്യമാണ്. കുരിശെടുക്കാൻ ധൈര്യം നൽകുന്നവനാവണം ആത്മീയ പിതാവ്. കുരിശ് കാണുമ്പോൾ ഓടിപ്പോകുന്ന ഒരു വ്യക്തി എന്നുള്ളതിനേക്കാളും കുരിശുകളൊക്കെ ധീരതയോടെ വഹിക്കാനായിട്ട് ധൈര്യം കാട്ടുന്ന ഒരു വൈദികൻ. ഞാനതുകൊണ്ട് എപ്പോഴും അച്ഛന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ ഞായറാഴ്ച പ്രസംഗം നന്നായിട്ട് ഒരുങ്ങണം. നിങ്ങളുടെ 10 മിനിറ്റ് പ്രസംഗം കേട്ടാൽ ഒരാഴ്ച ജീവിക്കാനുള്ള ധൈര്യം ജനത്തിനുണ്ടാവണം. ആ ധൈര്യം തേടിയാണ് അവർ ദേവാലയത്തിലേക്ക് വരുന്നത്. അത് വചനത്തിലൂടെ, വചനവ്യാഖ്യാനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഒരാഴ്ച ഈ ലോകത്ത് യുദ്ധം ചെയ്യാനുള്ള ധൈര്യത്തിനായിട്ട് അവർ ദേവാലയത്തിലേക്ക് വരികയാണ്. ജനങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, അതായിരിക്കണം ആത്മീയ പിതാവിൻ്റേത്. അതോടൊപ്പം അവരുടെ വേദനകളിൽ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം ആത്മീയ പിതാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ ജോണിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇതാണ്. സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും പൗരോഹിത്യ ജീവിതം നയിച്ച് ആത്മീയ പിതൃത്വം അതിൻ്റെ തികവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ അസംതൃപ്തി നിറയുമ്പോൾ നമുക്കൊരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടാവില്ല. സ്നേഹിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവണം. ആ സന്തോഷത്താൽ നിറഞ്ഞ് അനേകർക്ക് ആത്മീയ പിതാവായിട്ട് മാറുവാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ട മകന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇടവക സമൂഹത്തെയും ഇവിടുത്തെ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും കൊച്ചച്ഛന്മാരെയും എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഈ ക്രമീകരണങ്ങളെല്ലാം അവർ നന്നായിട്ട് ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഈ കുടുംബത്തെ, ഡീക്കൻ്റെ കുടുംബത്തെയും നമുക്ക് സമർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതം അത് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.